വൈക്കം മഹാദേവ ക്ഷേത്രഭൂമിയിൽ വ്യാപക കയ്യേറ്റം. ക്ഷേത്രഭൂമി രേഖകളിൽ റവന്യൂ പുറമ്പോക്കാക്കി കയ്യേറ്റത്തിന് സർക്കാരും ദേവസ്വം ബോർഡും ഒത്താശ ചെയ്തു. 2023 ഡിജിറ്റൽ സർവേയിലാണ് ക്ഷേത്രഭൂമി റവന്യൂ പുറമ്പോക്കായി മാറ്റിയത്. റവന്യൂ വകുപ്പും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഭൂമി കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്നുവെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വൈക്കം മഹാദേവ ക്ഷേത്ര ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ആരാണ് ഈ ഭൂമി കയ്യേറ്റം നടത്തിയിരിക്കുന്നത്? ഒപ്പം ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തു നൽകിയത് ആരെല്ലാം? നിലവിൽ ദേവസ്വം ബോർഡിന്റെ വലിയ ഒരു വീഴ്ച, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വലിയ വീഴ്ച വൈക്കം ക്ഷേത്രഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം 2023 ഡിജിറ്റൽ സർവേ നടക്കുമ്പോഴാണ് ഈ ഒരു കൃത്രിമം അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ഒരു പിഴവ് വരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് റവന്യൂ പുറമ്പോക്ക് എന്ന് ഡിജിറ്റൽ സർവേ രേഖകളിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ചലഞ്ച് ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിയുമായിരുന്നു. മാത്രമല്ല സർക്കാരിന് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ 2 വർഷം പിന്നിട്ടിരിക്കുന്നു. 2023 ഈ സർവേ പുറത്തു വന്നതിന് ശേഷം ഏത് ഓൺലൈനിലൂടെ ആർക്കും എടുത്തു നോക്കാവുന്ന ഈ ഒരു പരസ്യപ്പെടുത്തിയ രേഖയിലെല്ലാം തന്നെ റവന്യൂ പുറമ്പോക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈക്കം ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന ആരോപണമാണ്, പരാതിയാണ് പ്രധാനമായും ഭക്തർ ഉന്നയിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അന്യാധീനപ്പെടുന്ന ഭൂമി അത് പിടിച്ചെടുക്കാനും കൈവശപ്പെടുത്താനുമുള്ള ആളുകളുടെ ശ്രമങ്ങളുണ്ട്. സ്വകാര്യ വ്യക്തികൾ ഈ ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിരവധി ഏക്കർ ഭൂമികൾ ഇത്തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് പല ക്ഷേത്രങ്ങളുടേതുമായി മാറ്റപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ റവന്യൂ പുറമ്പോക്ക് എന്ന് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുകയും പതുക്കെ അത് ചില സ്വകാര്യ വ്യക്തികളുടെ അടുത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. 1911 സെറ്റിൽമെന്റ് രേഖകൾ പ്രകാരം, അതാണ് ഏറ്റവും കൃത്യമായ രേഖകൾ എന്ന് പറയുന്നത്. അന്നുള്ള രേഖകൾ പ്രകാരം ഈ 11.5 ഏക്കറോളം ഭൂമിയും ക്ഷേത്രഭൂമിയാണ്. എന്നാൽ ആ 11.5 ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയിൽ 2.5 ഏക്കറോളം ഭൂമി നിലവിൽ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ബാക്കിയുള്ള ഭൂമി കൂടി റവന്യൂ പുറമ്പോക്ക് എന്ന് അടയാളപ്പെടുത്തിയതോടുകൂടി അത് ക്ഷേത്രത്തിൻ്റെതല്ലാതായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഇടപെടണം, ദേവസ്വം ബോർഡ് ഇടപെടണം എന്ന ഒരു ആവശ്യമാണ് ഉയർന്നത്. കാരണം നിലവിൽ ദേവസ്വം ബോർഡിനെ റവന്യൂ വകുപ്പിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയും, ഇതിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് നിർദ്ദേശിക്കാൻ കഴിയും. മാത്രമല്ല തങ്ങളുടെ കൈവശമുള്ള യഥാർത്ഥ രേഖകൾ റവന്യൂ വകുപ്പിന് കൈമാറിക്കൊണ്ട് റവന്യൂ വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഈ ഡിജിറ്റലൈസേഷൻ പ്രക്രിയയിൽ വന്നിട്ടുള്ള തിരുത്തലുകൾ നിർദ്ദേശിക്കാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിയും. മറുഭാഗത്ത് റവന്യൂ വകുപ്പിനും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ തേടാവുന്നതാണ്. ഇതിൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ റവന്യൂ പുറമ്പോക്കാകുമെന്ന സ്വാഭാവികമായി ഉയർന്ന പരാതികൾ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടുകയും യഥാർത്ഥ രേഖകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഇതിൽ മാറ്റം വരുത്താം. നിലവിൽ റവന്യൂ പുറമ്പോക്ക് എന്ന് എഴുതിയിരിക്കുന്നത് മാറ്റി രേഖപ്പെടുത്താനും കഴിയുമെന്നിരിക്കെ 2 വിഭാഗങ്ങളും, റവന്യൂ വകുപ്പാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണെങ്കിലും വലിയ ഒരു ഒത്തുകളി തന്നെയാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. അതുതന്നെയാണ് ഭക്തർ ചൂണ്ടിക്കാണിക്കുന്നത്. അവരുടെ ക്ഷേത്രഭൂമി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആ ഭൂമി സംരക്ഷിക്കണമെന്ന യാതൊരു താല്പര്യവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനോ സർക്കാരിനോ ഇല്ല എന്ന് മാത്രമല്ല, ഉള്ള ഭൂമി പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അതുതന്നെയാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു തനിയാവർത്തനം തന്നെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഓക്കെ, ജിജീഷാണ് വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഈ വാർത്തയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത്.